എല്ലാ വർഷവും ശരത്കാലത്തിന്റെ തുടക്കത്തിൽ പ്രകൃതി പരിവർത്തനത്തിന് വിധേയമാകുമ്പോൾ ആഘോഷിക്കപ്പെടുന്നു. വർഷത്തിലെ ഈ സമയത്ത് സമ്പന്നമാകുന്ന സൂക്ഷ്മ ഊർജങ്ങൾ സൃഷ്ടിയിൽ ഉള്ളതിനാൽ ഈ 9 രാത്രികളിൽ വിലപ്പെട്ടതായി പറയപ്പെടുന്നു. പ്രകൃതി മാതാവിനോടുള്ള ആദരവ് ഈ ആചാരങ്ങൾ നമ്മെ ഉണർത്തുന്നു. മനസ്സിലും ശരീരത്തിലും രോഗശാന്തി പ്രഭാവം ചെലുത്തുന്ന ഈ 9 ദിവസത്തിൽ ഓരോ ദിവസവും പ്രത്യേക പ്രാധാന്യമുള്ളതാണ്. നമ്മിൽ ഓരോരുത്തരിലും അതുല്യമായ സദ്ഗുണം വർദ്ധിപ്പിക്കുന്നു. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്നതാണ് നവരാത്രി ആഘോഷം. തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയത്തെ ആഘോഷിക്കുന്ന ഭക്തി നിർഭരമായ 9 ദിനരാത്രങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. നവരാത്രി എന്ന സംസ്കൃത പദത്തിന് 9 രാത്രികൾ എന്നാണ് അർത്ഥം. നവരാത്രി ദിവസങ്ങളിൽ പ്രധാനമായും ദേവി ആരാധനയാണ് നടക്കുന്നത്. ശാക്തേയ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 3 ദിവസം പാർവതി ദേവിയെയും അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിയെയും അവസാന 3 ദിവസം സരസ്വതി ദേവിയെയും സങ്കല്പിച്ചാണ് പൂജകൾ. ശക്തിയെ ആരാധിക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് നവരാത്രി ഗ്രന്ഥങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അനീതിയുടെ വ്യാപനം വർദ്ധിക്കുമ്പോഴെല്ലാം ഭഗവതി ദേവി വിവിധ രൂപങ്ങൾ സ്വീകരിച്ച് അസുരന്മാരെ നശിപ്പിച്ചതായി മാർക്കണ്ഡേയ പുരാണവും ദുർഗാ സപ്തശതി വിവരിക്കുന്നു. മഹിഷാസുരൻ, ശുംഭനിശുംഭൻ, ചാന്തമുണ്ട് തുടങ്ങിയ അസുരന്മാരെ കൊന്നുകൊണ്ട് ദേവി ധർമ്മത്തെ സംരക്ഷിച്ചു. നവരാത്രി ധർമ്മത്തിന്റെ വിജയത്തെയും അധർമ്മത്തിന്റെ നാശത്തെയും പ്രതീകപ്പെടുത്തുന്ന ഒരു ഉത്സവമായി കണക്കാക്കപ്പെടുന്നു. നവരാത്രിയുടെ 9 ദിവസങ്ങൾ ദേവിയുടെ 9 രൂപങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നിവയാണ്. ഇവയെ നവദുർഗമാർ എന്നും അറിയപ്പെടുന്നു. ഓരോ ദിവസത്തിനും അതിൻ്റെതായ നിറം, ആചാരം, ആരാധനാ രീതി എന്നിവയുണ്ട്. അതിൽ ദേവിയെ 9 വ്യത്യസ്ത രൂപങ്ങളിൽ ആരാധിക്കുന്നു. യാ ദേവി സർവഭൂതേഷു ശക്തി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. നന്ദി, നമസ്കാരം.